വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു എജു ട്രാവൽ ഈസി വേസ് ഓൺലൈൻ ക്ലാസ്സസ്. നമ്മൾ ഇന്ന് മെക്കാനിക്സിൻ്റെ ക്ലാസ്സുമായിട്ട് വന്നിരിക്കുകയാണ് വീണ്ടും. അപ്പോൾ മെക്കാനിക്സിൻ്റെ ക്ലാസ് കണ്ടിന്യൂ ചെയ്യുമ്പോൾ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് വാരിഗ്നൻസ് തിയറമാണ്. വാരിഗ്നൻസ് തിയറം എന്ന് പറയുന്നത് ഒരു ഡെറിവേഷനാണ് അല്ലേ. ഡെറിവേഷൻ ഫസ്റ്റ് മോഡ്യൂളിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് വളരെ കൂടുതലുള്ള ഒരു ഡെറിവേഷനാണ്. നമുക്കപ്പോൾ ഇത് എങ്ങനെ ഏറ്റവും കുറഞ്ഞ സ്റ്റെപ്പുകളിൽ ഏറ്റവും സിമ്പിൾ ഐഡിയയിൽ എങ്ങനെ ഒന്ന് ഡിസ്കസ് ചെയ്തെടുക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ അത് പറയുന്നതിന് മുമ്പ് ഞാൻ ജസ്റ്റ് ഒന്ന് ഇത് മനസ്സിലാവാനായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒന്ന് രണ്ട് ബേസിക് ഫാക്ട്സ് ഉണ്ട്. അപ്പോൾ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യാനായിട്ട് ആ ടോപ്പിക്കുകൾ ഇല്ല സത്യത്തിൽ. ടോപ്പിക് എന്ന് പറയുന്നത് മൊമെൻ്റ് ആണ്. ഓക്കെ, നമുക്കിത് പഠിച്ചു കഴിഞ്ഞിട്ട് മൊമെൻറ്റിൻ്റെ പ്രോബ്ലംസ് എന്തായാലും ചെയ്തേ പറ്റൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ മൊമെൻറ്റിൻ്റെ തിയറികളും കാര്യങ്ങളും ബാക്കിയൊന്നും പറയുന്നില്ല. നമുക്ക് ആവശ്യമുള്ള കുറച്ച് ടേംസും കാര്യങ്ങളും മാത്രം ഞാനൊന്ന് പറഞ്ഞു പോവുകയാണ്. അപ്പോൾ മൊമെൻറ്റ് എന്ന് പറയുന്നത് ഫോഴ്സിൻ്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണെന്ന് നിങ്ങൾക്കൊക്കെ അറിയാം. നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, +1 +2 ഫിസിക്സിലൊക്കെ പഠിക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾ ബിടെക് ജോയിൻ ചെയ്തതിന് ശേഷവും ക്ലാസ്സിലൊക്കെ ഒത്തിരി വട്ടം കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ സിമ്പിളായിട്ട് പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊമെൻറ്റ് എന്ന് പറയുന്നത് ആക്ച്വലി എന്ത് തന്നെയാണ്, ഡയമെൻഷനലി ആയാലും ന്യൂമറിക്കലി ആയാലും ടോർക്ക് തന്നെയാണ് സംഭവം. ഫോഴ്സിൻ്റെ റൊട്ടേഷണൽ മോഷനിൽ വരുന്ന ഫോഴ്സിൻ്റെ എഫക്റ്റ് ആണെന്ന് പറയുന്നത് എന്തെന്ന് പറയുന്നത് ഈ ടോർക്ക് എന്ന് പറയുന്നത് ഫോഴ്സിൻ്റെ മൊമെൻറ്റ്. അപ്പം മൊമെൻറ്റ് എന്ന് പറയുന്നതിനെ നിങ്ങളത് ഇങ്ങനെ ആലോചിച്ചാൽ മതി, ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഓക്കെ, ഈ ഒരു പോയിന്റ് O എന്ന് സങ്കല്പിച്ചോളൂ. നമ്മുടെ വീടിൻ്റെ കതവില്ലയോ, വീടിൻ്റെ കതവ് വിജാഗിരി കണക്ട് ചെയ്തിരിക്കുന്ന ആ പോർഷനാണ് ഇത്. അതായത് ഇതിന് എബോട്ടായിട്ടാണ് നമ്മൾ കതവ് ടേൺ ചെയ്യുന്നതെന്ന് വിചാരിക്കാം. അപ്പം ഞാൻ ഈ കതവ് തള്ളി തുറക്കാനായിട്ട് ഇത് ഇവിടാണോ തള്ളുന്നത്? അല്ല. ഇവിടാണോ തള്ളുന്നത്? അല്ല. ഇവിടാണോ തള്ളുന്നത്? ഒട്ടുമല്ല. ഏറ്റവും അറ്റത്ത് അങ്ങേയറ്റത്താണ് തള്ളുന്നത്. ഓക്കെ, അതെന്തിനായിരിക്കും? അതെന്തിനാണെന്ന് നമ്മൾ +1 ഫിസിക്സിൽ പഠിക്കുന്നുണ്ട്. എന്താണ് കാര്യം? ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് മൊമെൻറ്റ് അല്ലെങ്കിൽ ടോർക്ക് എന്ന് തന്നെ പഠിക്കുക. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ആ വാക്കിന് അവിടെ ഭയങ്കരമായിട്ടുള്ള അർത്ഥമുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് തന്നെയാണ്. അപ്പോൾ ടോർക്ക് അല്ലെങ്കിൽ മൊമെൻറ്റ് കൂടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്തിരിക്കണം? ഡിസ്റ്റൻസ് ഒന്നുകിൽ കൂടണം, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് കൂടണം, അല്ലെങ്കിൽ ഫോഴ്സ് കൂടണം. ഫോഴ്സ് കൂടണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ ഫോഴ്സിൽ അങ്ങോട്ട് തള്ളി കൊടുക്കണം എന്നാണ്. അപ്പോൾ അതാണോ എളുപ്പം? ഡിസ്റ്റൻസ് അങ്ങോട്ട് കൂട്ടിക്കൊടുത്താൽ ഫോഴ്സ് കുറയൂലേ? അപ്പോൾ ഒന്നുകിൽ എന്തായിരിക്കണം? ഫോഴ്സ് കൂടുതലും ഡിസ്റ്റൻസ് കുറവും, അതല്ലെങ്കിൽ ഡിസ്റ്റൻസ് കൂടുതലും ഫോഴ്സ് കുറവും. അപ്പോൾ ഇതെടുക്കുമ്പോൾ ഇവിടെ തൊട്ട് നമ്മൾ ഈ അറ്റം വരെ എടുക്കുമ്പോൾ ഡിസ്റ്റൻസ് നമുക്ക് കിട്ടാൻ പറ്റുന്ന പരമാവധി ആവുന്നുണ്ട്. അവിടെ നമ്മൾ ഇച്ചിരി ഫോഴ്സും കൂടെ കൊടുക്കുമ്പോൾ അത് ഈസി ആയിട്ട് തുറന്ന് കിട്ടുന്നതാണ്. നമുക്കറിയാം, നമ്മൾ നടുക്ക് കൈവച്ചൊന്ന് തുറക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഈ സംഭവം തുറക്കാൻ പാടാം, ഒരു ഡോറ്. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ മൊമെൻറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ്. നിങ്ങൾ ഇത്ര പഠിക്കാനുള്ളൂ, വേറെ ഒന്നും നോക്കണ്ട. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ പറയാൻ പോകുന്നത് എന്താണ്? വാരിഗ്നൻസ് തിയറമാണ്. വാരിഗ്നൻസ് തിയറത്തിലോട്ട് ഡയറക്റ്റ് നമുക്ക് ചാടാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ ഇതൊന്ന് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നോക്കാം വാരിഗ്നൻസ് തിയറം. സിമ്പിളാണ് ഇതിൻ്റെ ഡെറിവേഷൻ. സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ കഴിയുമ്പോഴത്തേക്കും സിമ്പിളായിട്ട് വാരിഗ്നൻസ് തിയറം നിങ്ങൾക്ക് മനസ്സിൽ നിന്നിരിക്കും 100%. ഓക്കെ, അപ്പോൾ ശ്രദ്ധിച്ച് കാണുക, ശ്രദ്ധയോടുകൂടി പഠിച്ചെടുക്കുക. വീഡിയോയ്ക്ക് ശേഷം നിങ്ങൾ സ്വന്തമായിട്ട് ഒരു വട്ടം ഒന്ന് എഴുതി നോക്കുക. ഓക്കെ, അപ്പോൾ വാരിഗ്നൻസ് തിയറത്തിൽ നമുക്ക് ആവശ്യമുള്ളത് എന്തൊക്കെയാണ്? ആദ്യം നമുക്ക് 2 ഫോഴ്സുകൾ ആവശ്യമുണ്ട്. ഒന്ന് സൂക്ഷിച്ച് നോക്കി, 2 ഫോഴ്സുകൾ. ഓക്കെ, 2 ഫോഴ്സുകൾ. ഓക്കെ, ഈ 2 ഫോഴ്സിൻ്റെയും കൂടെ സമ്മായിട്ട് വരുന്ന ഒരു റിസൾട്ടൻ്റ് ഫോഴ്സ്. നമുക്ക് പാരലലോഗ്രാം ലോ ഒക്കെ അറിയാമല്ലോ അല്ലേ? നമുക്ക് പാരലലോഗ്രാം ലോ ഒക്കെ അറിയാം. എന്താ സംഭവം? പാരലലോഗ്രാം ലോ എന്ന് പറയുന്നത് ഒരു പാരലലോഗ്രാമിൻ്റെ 2 അഡ്ജസൻ്റ് സൈഡുകളായിട്ട് നമുക്ക് വെക്റ്റേഴ്സിനെ സങ്കല്പിക്കാൻ പറ്റിയാൽ, കണ്ടോ, ഒരു പാരലലോഗ്രാമിൻ്റെ 2 അഡ്ജസൻ്റ് സൈഡായിട്ട് നമുക്ക് 2 വെക്റ്റേഴ്സിനെ സങ്കല്പിക്കാൻ പറ്റിയാൽ എന്ത് ചെയ്യും? അതിൻ്റെ റിസൾട്ടൻ്റ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ആ പാരലലോഗ്രാം നമ്മൾ ഫിനിഷ് ചെയ്തിട്ട് അതിൻ്റെ ഡയഗണൽ അങ്ങ് വരച്ചു കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ അതുപോലെയാണ് ഞാൻ ഇവിടെയും ചെയ്തേക്കുന്നത്. അപ്പോൾ ഞാൻ എടുത്തേക്കുന്ന കൺസെപ്റ്റ് മനസ്സിലായോ? ഇതാണ് എൻ്റെ P, അല്ലെങ്കിൽ ഇതാണ് എൻ്റെ Q എന്ന് വിചാരിച്ചോ. ഓക്കെ, ഇതാണ് എൻ്റെ Q, എൻ്റെ ഒന്നാമത്തെ വെക്ടർ. ഇതാണ് എൻ്റെ P, രണ്ടാമത്തെ വെക്ടർ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതൊരു പാരലലോഗ്രാം ആണെങ്കിൽ നമുക്കത് കണ്ടിന്യൂ ചെയ്തിട്ട് എന്ത് ചെയ്യാം? ഡയഗണലാണ് അതിൻ്റെ റിസൾട്ടൻ്റ് എന്ന് എടുക്കാൻ ഞാൻ എടുത്തിട്ടുണ്ട് R. അപ്പോൾ വാരിഗ്നൻസ് തിയറം തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾ ഈ 3 വെക്ടറിനെ പറ്റി ആലോചിച്ചോണം. അത് മാത്രമല്ല, ഇവിടെ നിന്ന് നമുക്ക് കിട്ടുന്നത് എന്താണെന്ന് പറഞ്ഞാൽ P + Q = R എന്ന് വരുന്ന രീതിയിൽ കിട്ടണം. ഓക്കെ, P + Q = R. അപ്പോൾ ഇനി എന്താ അടുത്ത പരിപാടി? എന്താണ്? ഞാൻ ഏറ്റവും സ്റ്റെപ്സ് മിനിമലൈസ് ചെയ്തിട്ടാണ് കേട്ടോ എഴുതുന്നത്. അതുകൊണ്ട് നിങ്ങൾ ബാക്കി കാര്യങ്ങൾ എന്തെങ്കിലും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് നോക്കുക. ഇത് ഏറ്റവും ബേസിക്കായിട്ട് എഴുതാൻ ഉദ്ദേശിക്കുന്നവർക്കുള്ളതാണ്. ഓക്കെ, ഈ സംഭവം എങ്ങനെയെങ്കിലും പഠിച്ചെടുത്തൊന്ന് എഴുതണം എന്നുദ്ദേശിക്കുന്നവർക്കുള്ള വീഡിയോ ആണ്. ഓക്കെ, അപ്പോൾ നോക്കിക്കോ, 3 വെക്ടർ നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ടടുത്ത സ്റ്റെപ്പിൽ നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് എന്താണെന്നറിയാം? ഈ 3 പേരും മേക്ക് ചെയ്യുന്ന ആംഗിൾസ് ഒന്ന് മാർക്ക് ചെയ്യണം. അതായത് ഈ കിടക്കുന്ന P കണ്ടോ, P, ആ P എന്ന് പറയുന്ന വെക്ടർ നമ്മൾ ഹൊറിസോണ്ടലായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ഇപ്പം ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അതിന് ഞാൻ കൊടുക്കട്ടെ ആൽഫ. ഓക്കെ, ആ വലിയ ആംഗിളാണ്, ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള വലിയ ആംഗിളാണ് ആൽഫ. അങ്ങനെയാണെങ്കിൽ ഞാൻ തീറ്റയ്ക്ക് കൊടുക്കാൻ പോകുന്നത് എന്തായിരിക്കും? സ്വാഭാവികമായിട്ടും ബീറ്റ. ഓക്കെ, Q, തീറ്റയ്ക്കല്ല സോറി, Q. അപ്പോൾ Q എന്ന് പറയുന്ന വെക്ടർ ഹൊറിസോണ്ടലായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ബീറ്റ. അപ്പോൾ അത് എളുപ്പമല്ലേ? PQR വരയ്ക്കുക, ആൽഫ ബീറ്റ ഗാമ വരയ്ക്കുക. ഓക്കെ, അപ്പോൾ ആൽഫയായി ബീറ്റയായി നടുക്കത്തെ റിസൾട്ടൻ്റ് മേക്ക് ചെയ്യുന്ന ആംഗിളാണ് എന്തോന്ന്? ഗാമ. ഓക്കെ, ഗാമ. ഇത് ഞാൻ എൻ്റെ കൺവീനിയൻസിന് വേണ്ടി എടുത്ത നൊട്ടേഷൻസ് ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ എടുക്കാൻ കുഴപ്പമൊന്നുമില്ല.
ഇനി അടുത്ത പരിപാടി എന്താണെന്ന് അറിയാമോ? അടുത്ത പരിപാടി വളരെ എളുപ്പമുള്ള കാര്യമാണ്. നമ്മളെന്ത് ചെയ്യുക, ഇവിടെ എവിടെയെങ്കിലും ഒരു പോയിൻ്റ് അസ്യൂം ചെയ്യാം. ആ പോയിൻ്റ് അസ്യൂം ചെയ്തിട്ട് നമ്മളിവിടെ O സെൻറ്റർ അഥവാ O ഈ ഒരു പോയിൻ്റ് നമുക്ക് M എന്നെടുക്കാം. എന്നിട്ട് ഈ പോയിന്റിലോട്ട് ഈ 3 വെക്ടറിലോട്ടും പെർപെൻഡിക്കുലർ വരയ്ക്കുക. അതും പാടുള്ള കാര്യമൊന്നുമല്ലല്ലോ. ഓക്കെ, നമുക്ക് ധൈര്യമായിട്ട് എന്ത് ചെയ്യാം, പെർപെൻഡിക്കുലർ വരയ്ക്കാം. അതും ഒരു പാടുമില്ല. ഓക്കെ, ഞാനിപ്പോൾ വരയ്ക്കുമ്പോൾ ചെറുതായിട്ട് വളഞ്ഞു പോയിട്ടുണ്ട്, അത് ക്ഷമിക്കുക, നിങ്ങളൊന്ന് വരയ്ക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ ഈ 3 പേർക്കും എന്ത് വരച്ചിട്ടുണ്ട്, പെർപെൻഡിക്കുലർ വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ എന്ത് മാർക്ക് ചെയ്യട്ടെ, എന്താണ് പെർപെൻഡിക്കുലർ ആണ് എന്ന് ഒന്ന് മാർക്ക് ചെയ്ത് കാണിക്കുന്നുണ്ട്. ഓക്കെ, പെർപെൻഡിക്കുലർ ആണെന്ന് കാണിച്ചിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യും ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ 3 ഡിസ്റ്റൻസുകൾക്കും പേര് കൊടുക്കുക എന്നുള്ള ചടങ്ങാണ്. അപ്പോൾ പിക്ക് ഞാൻ എന്ത് കൊടുക്കട്ടെ, പി എന്ന് പറയുന്ന അല്ലെങ്കിൽ പി വെക്ടർ മേക്ക് ചെയ്യുന്ന ആ ഡിസ്റ്റൻസിന് ഞാൻ എന്ത് കൊടുക്കട്ടെ, D1 എന്ന് കൊടുക്കാം. അതുപോലെ Q എന്ന് പറയുന്നത് മേക്ക് ചെയ്യുന്നത് നമുക്ക് വേണമെങ്കിൽ ആ ഡിസ്റ്റൻസ് D2 എന്ന് കൊടുക്കാം. മറ്റേ R ഫോം ചെയ്യുന്ന ഡിസ്റ്റൻസിന് D1 D2 അല്ല, അത് പുതിയ ആളല്ലേ, അതുകൊണ്ട് നമുക്ക് D എന്ന് കൊടുക്കാം. ഇത്രേ ഉള്ളൂ, ഇത്രേ കാര്യമുള്ളൂ. പിന്നെ നിങ്ങൾ അടുത്ത വട്ടം വാരിഗ്നറ്റ് തിയറം എന്ന് കേൾക്കുമ്പോഴേ മനസ്സിൽ എന്ത് ഓർമ്മ വരണം, 3 ഫോഴ്സുകൾ വരയ്ക്കണമെന്ന് പറഞ്ഞത് ഓർമ്മ വരിക. 3 ഫോഴ്സിലെ 2 റിസൾട്ടൻ്റാണ് ഈ 3ാമത്തെ ഫോഴ്സ് എന്ന് ഓർമ്മ വരിക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, ആൽഫ ബീറ്റ ഗാമ 3 പേരും മേക്ക് ചെയ്യുന്ന ആംഗിളുകൾ മാർക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, ഓരോന്നിലും നിന്നും നമ്മൾ എന്ത് ചെയ്യുക, പെർപെൻഡിക്കുലർ ഒരു പോയിന്റിലോട്ട് വരയ്ക്കുന്നു. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ D1 D2 ഇതൊക്കെ മാർക്ക് ചെയ്യുന്നത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ കാതലായിട്ടുള്ള സെഷനിലോട്ട് കിടക്കാം. ഞാൻ എടുക്കാൻ പോകുന്നത് മൊമെൻ്റ് അബൌട്ട് M ആണ് കേട്ടോ. മൊമെൻ്റ് അബൌട്ട് M. മൊമെൻ്റ് അബൌട്ട് M എടുക്കുമ്പോൾ ആരൊക്കെ ഉണ്ടെന്ന് നോക്കി. നമുക്കറിയാം മൊമെൻ്റ് എന്ന് കേൾക്കുമ്പോൾ നമ്മളൊക്കെ ആദ്യം എന്ത് ഓർമ്മ വരും, ഫോഴ്സിൻ്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്നാണ് നമുക്കറിയാവുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ എന്തെടുക്കുകയാണ്, പിയുടെ മൊമെൻ്റ് എടുക്കും, ക്യൂവിൻ്റെ മൊമെൻ്റ് എടുക്കും, ആറിൻ്റെ മൊമെൻ്റ് എടുക്കും. പിയുടെ മൊമെൻ്റ് എടുക്കുന്നതും ക്യൂവിൻ്റെ മൊമെൻ്റ് എടുക്കുന്നതും കൂട്ടുമ്പോൾ ആറിൻ്റെ മൊമെൻ്റ് എടുക്കുന്നത് കിട്ടണം. അതാണ് വാരിഗ്നൻസ് തിയറത്തിലുള്ള പ്രൂഫ്. അപ്പോൾ പിയുടെ മൊമെൻ്റ് എടുക്കാൻ പോവുകയാണ്, മൊമെൻ്റ് ഓഫ് പി എബൌട്ട് M. ഓക്കെ, അപ്പോൾ പി ആണ് നമ്മുടെ ഫോഴ്സ്. നമ്മൾ പഠിച്ചത് എന്താണ്, ഫോഴ്സിൻ്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്നാണ്. നിങ്ങൾ എഴുതുമ്പോൾ ഇവിടെ മൊമെൻ്റ് അബൌട്ട് പി എന്ന് എഴുതരുത്, മൊമെൻ്റ് അബൌട്ട് അല്ല, സോറി, മൊമെൻ്റ് ഓഫ് പി എന്ന് വേണം എഴുതാൻ. ഓക്കെ, അപ്പോൾ മൊമെൻ്റ് ഓഫ് പി എബൌട്ട് M എടുക്കുമ്പോൾ ഫോഴ്സിൻ്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണെന്നറിയാം. അപ്പോൾ ഫോഴ്സ് ആരാണ് ഇവിടെ, പി ആണ് ഫോഴ്സ്. ഇൻ്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഏതാണെന്ന് നോക്കിയേ, D1. ഓക്കെ, ഇതുപോലെ തന്നെ ആർക്ക് എഴുതുക, ക്യൂവിനും എഴുതുക. ക്യൂ ആണ് ഫോഴ്സ്, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് നമുക്കറിയാം D2. ഇവിടെ നോക്കിയേ, ആറാണ് ഫോഴ്സ്, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് നമുക്കറിയാം D. അപ്പോൾ അത്രയും കാര്യങ്ങളും കൂടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2ാമത്തെ സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയി. അടുത്ത 3ാമത്തെ സ്റ്റെപ്പിലോട്ട് നമ്മൾ ചലിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ D1 D2 D ഒക്കെ മാറണം. D1 D2 D ഒക്കെ അവിടെ നിന്ന് മാറിയിട്ട് പകരം വേറെ ആൾ വരണം. അതിനെ നമ്മളെങ്ങനെ കൊണ്ടുവരും, അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ നിന്നൊരു ട്രയാങ്കിൾ അസ്യൂം ചെയ്യാൻ പോവാണ്. ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കോണം. ട്രയാങ്കിൾ O, ഈ പോയിൻ്റ് M, ആ ഒരു ട്രയാങ്കിൾ ഞാൻ ഇങ്ങോട്ടൊന്ന് മാറ്റി വരയ്ക്കാം. കണ്ടോ, O, ഈ ഒരു പോയിൻ്റ് M. പേരൊന്നും ഞാൻ കൊടുക്കുന്നില്ല, പക്ഷേ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാവും. ഇവിടുത്തെ ഹൊറിസോണ്ടലായിട്ട് മേക്ക് ചെയ്തത്, അതായത് ഞാനിപ്പോൾ സങ്കല്പിച്ച ആ ഒരു വെക്ടർ ഏതായിരുന്നു, ബീറ്റ, നമ്മുടെ Q ആണ്. Q എന്ന് പറയുന്ന വെക്ടർ ഒന്ന് സൂക്ഷിച്ച് നോക്കിക്കേ. Q മേക്ക് ചെയ്യുന്ന ആംഗിൾ എത്രയാണ്, ബീറ്റയാണ് അല്ലേ. ഓക്കെ, ബീറ്റയാണ്. അപ്പോൾ ഈ ആംഗിൾ എത്ര ആയിരിക്കും, ഈ ആംഗിൾ എത്ര ആയിരിക്കും എന്ന് പറയാമോ, 90 മൈനസ് ബീറ്റ എന്ന് ഞാൻ പറയും. കാരണം MO ഇങ്ങോട്ട് പോകുന്നത് ഇതൊരു പെർപെൻഡിക്കുലർ സംഭവം അല്ലേ. അപ്പോൾ ആണ് ഇവിടെ 90 മൈനസ് ബീറ്റ അല്ലേ വരുന്നത്, ആണ്. ഓക്കെ, കാരണം ഈ 2 ആംഗിളുകളോട് കൂട്ടുമ്പോൾ എത്ര വരണം, 90 വരണം. അപ്പോൾ ഉറപ്പായിട്ട് ഈ ആംഗിൾ എത്ര ആയിരിക്കും, 90 മൈനസ് ബീറ്റ. ഇത് പെർപെൻഡിക്കുലർ ആണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഈ വരച്ചേക്കുന്നത് ഇതാണ് കേട്ടോ, അത് പെർപെൻഡിക്കുലർ ആണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ അത് 90 ആണ്. ഇത് 90 ആണ്, ഇത് 90 മൈനസ് ബീറ്റയാണ്. അപ്പോൾ ഇതെത്ര വരുമെന്ന് പറയാമോ, ഇതെത്ര വരുമെന്നൊന്ന് സൂക്ഷിച്ച് നോക്കിയേ. ഈ ഡിസ്റ്റൻസ് D2 ആണെന്ന് നമുക്കറിയാം. ഓക്കെ, ഞാൻ ഈ ട്രയാങ്കിളാണ് ഇങ്ങോട്ടെടുത്ത് മാറ്റി വരച്ചേക്കുന്നത്. അപ്പോൾ ഡിസ്റ്റൻസ് D2 ആണെന്നറിയാം. അപ്പോൾ ഇതെത്രയാണ്, ഇത് 90 മൈനസ് ബീറ്റ, ഇത് 90. 3ഉം കൂടെ കൂട്ടുമ്പോൾ 180 വരണമെങ്കിൽ ഇത് പിന്നെ ബീറ്റ തന്നെ ആയല്ലേ പറ്റൂ. ഓക്കെ, അപ്പോൾ ഇത് ബീറ്റ, ഇതും ബീറ്റ. അങ്ങ് ഇങ്ങനെ വന്നൊന്നും ഇനി ചോദിക്കരുത്. അപ്പോൾ ഇത് ബീറ്റ ആയതുകൊണ്ട് 90 മൈനസ് ബീറ്റ, ഇത് 90, ഇതും കൂടെ കൂട്ടുമ്പോൾ എത്ര വരണം, 180 വരണം. അങ്ങനെ വരണമെങ്കിൽ ഇത് എത്ര ആയിരിക്കണം, ബീറ്റ ആയിരിക്കണം. ഓക്കെ, അത് ബീറ്റ കിട്ടി. അതുപോലെ നമുക്ക് എന്ത് കിട്ടും, ഇതാണ്ടേ ഈ D2 കണക്ട് ചെയ്യുന്ന വെക്ടറാണ്, ക്യൂവിൻ്റെ ആണ്. അപ്പോൾ അത് നമുക്ക് ബീറ്റ എന്ന് കിട്ടും. അതുപോലെ തന്നെ അവിടെ മേക്ക് ചെയ്യുന്ന ആംഗിൾ, ഈ പി മേക്ക് ചെയ്യുന്ന ആംഗിൾ നമ്മൾ ഇതേപോലെ ചെയ്തെടുക്കുമ്പോൾ ആൽഫ കിട്ടും. അതുപോലെ 6 നമ്മൾ മേക്ക് ചെയ്യുന്ന ആംഗിൾ സെറ്റ് ചെയ്തെടുക്കുമ്പോൾ ഗാമ കിട്ടും കേട്ടോ. അപ്പോൾ ഇവിടുത്തെ 3 ആംഗിളുകൾ എന്ന് പറയുന്നത് ആൽഫ ബീറ്റ ഗാമ തന്നെയാണ്. 6ന് വരുന്ന ആംഗിൾ ഗാമയായിരിക്കും, പിക്ക് വരുന്ന ആംഗിൾ ആൽഫ ആയിരിക്കും, ക്യൂവിന് വരുന്ന ആംഗിൾ ബീറ്റ ആയിരിക്കും. ഇത്രയുള്ള സംഭവം. ഓക്കെ, അപ്പോൾ ഈ ട്രയാങ്കിളിൽ നിന്ന് നിങ്ങളൊന്ന് സൂക്ഷിച്ച് നോക്കിയാൽ വേറൊരു സംഭവം കിട്ടും.
ട്രയാങ്കിളിൽ നിന്ന് ഈ ഒരു ട്രയാങ്കിൾ വെച്ചിട്ടാണ് ഞാൻ ബാക്കിയെല്ലാം പറയുന്നത്. അപ്പോൾ ഈ ഒരു ട്രയാങ്കിളിൽ നിങ്ങളൊന്ന് നോക്കിയേ, കോസ് ബീറ്റ ഒന്ന് എടുത്ത് നോക്കിയേ, കോസ് ബീറ്റ, ചുമ്മാ കോസ് ബീറ്റ ഒന്ന് എടുത്ത് നോക്കുന്നത്. കോസ് ബീറ്റ എടുക്കുമ്പോഴത്തേക്കും നമുക്ക് എന്തോ കിട്ടും, അഡ്ജസൻറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണെന്ന് നമുക്കറിയാം അല്ലേ. അഡ്ജസൻറ്റ് ആരാ, D2 ആ. ഹൈപ്പോട്ടന്യൂസ് ആരാ, OM ആ. ഇതിൽ നിന്ന് നമുക്ക് D2 = എന്ത് കിട്ടും, OM കോസ് ബീറ്റ. ഓക്കെ, OM കോസ് ബീറ്റ എന്ന് കിട്ടി D2. ഓക്കെ, കോസിൻ്റെ ഒക്കെ ഇക്വേഷൻ അറിയാമോ, ട്രിഗണോമെട്രി ഒക്കെ ഓർമ്മയുണ്ടോ? കോസ് ബീറ്റ = അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഈ ട്രയാങ്കിൾ വെച്ച് നോക്കുമ്പോൾ ബീറ്റ ഇതാണ്, അഡ്ജസൻറ്റ് D2 ആണ്, ഹൈപ്പോട്ടന്യൂസ് OM ആണ്. അപ്പോൾ D2 = OM കോസ് ബീറ്റ. അങ്ങനെ കിട്ടി, D2 = OM കോസ് ബീറ്റ. ഇതേപോലെ നിങ്ങൾക്കറിയാവോ D1 എന്താ വരുമെന്ന് അറിയാവോ? ഒന്നും ചെയ്യേണ്ട, നിങ്ങൾ കാണാപ്പാടം പോലും പഠിക്കണ്ട, ഈ സെയിം സംഭവം തന്നെ. എല്ലാവരുടെയും ഡിസ്റ്റൻസ് ഇതേ ട്രയാങ്കിൾ തന്നെയല്ലേ എല്ലാവർക്കും വരുന്നത്. ഈ ബീറ്റ ആൽഫ ഒക്കെ മാറി വരുമെന്നല്ലേ ഉള്ളൂ. അതുകൊണ്ട് D1 എന്ത് വരും, OM തന്നെ വരും, കോസ് തന്നെ വരും, ബീറ്റ മാറി ആൽഫയാവും. അതേപോലെ D എന്ത് വരും, OM തന്നെ വരും, കോസ് ഗാമ വരും. കാരണം D എന്ന് പറയുന്നത് ആരുടേതാ, ആറിൻ്റെതാ. ആൽഫ എന്ന് പറയുന്നത് ആരുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് നോക്കിയേ, Pയുടേതാ. അത് D1 എന്ന് പറയുന്ന ഡിസ്റ്റൻസുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ അങ്ങനെ 3 ഡിസ്റ്റൻസുകൾക്ക് നമുക്ക് 3 ഇക്വേഷൻ കിട്ടിയില്ലേ. കൊണ്ടുവന്ന് ഇട്ട് കൊടുത്തേ, നമ്മൾ കണ്ടുപിടിച്ച് വെച്ചേക്കുന്ന ഇക്വേഷനിൽ കൊണ്ടുവന്ന് ഇട്ട് കൊടുത്തേ. ദാ P × D1 കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, OM കോസ് ആൽഫ. അപ്പോൾ ഇവിടെ കൊടുക്കട്ടെ, OM കോസ് ആൽഫ. ഓക്കെ, OM കോസ് ആൽഫ അവിടെ കിടക്കട്ടെ. അടുത്തത് Q × D2 എന്നാണ്. Q × D2 പകരം എന്ത് കൊടുക്കട്ടെ, OM കോസ് ബീറ്റ. ഓക്കെ, കൊടുക്കാം, OM കോസ് ബീറ്റ. അടുത്തത് R × D ആണ്. അപ്പോൾ R × Dക്ക് പകരം കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, OM കോസ് ഗാമ, OM കോസ് ഗാമ. ഓക്കെ, ഇതാണ് നമ്മുടെ ഒന്നാമത്തെ സ്റ്റെപ്പ്. ഒന്നാമത്തെ സ്റ്റെപ്പ് അല്ല, ആക്ച്വലി മെയിൻ ആയിട്ടുള്ള സംഭവം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഫൈനൽ ടച്ചും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ലോ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഫൈനൽ ടച്ചിലോട്ട് പോവാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വീണ്ടും ഒരു ട്രയാങ്കിൾ എടുക്കാൻ പോവാണ്. നമ്മൾ നേരത്തെ എടുത്ത ട്രയാങ്കിൾ അല്ല ഇനി എടുക്കാൻ പോകുന്നത്. ഈ അറ്റങ്ങളിൽ നിന്നും നമ്മൾ താഴോട്ട് ഡ്രോപ്പ് ചെയ്യുമ്പോൾ നമുക്ക് പുതിയ ഓരോ ട്രയാങ്കിളുകൾ കിട്ടുമല്ലോ. കണ്ട, ഇതേപോലെ പുതിയ ഓരോ ട്രയാങ്കിൾസ് കിട്ടുമല്ലോ. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇനി നമ്മൾ ഈ P × OM കോസ് ആൽഫയെ എങ്ങനെ സങ്കല്പിച്ചോണം. P × കോസ് ആൽഫ അല്ലെങ്കിൽ P കോസ് ആൽഫ ഒരുമിച്ചും OM വേറെയും, Q കോസ് ബീറ്റ ഒരുമിച്ചും OM വേറെയും, R കോസ് ഗാമ ഒരുമിച്ചും OM വേറെയും. ഇനി ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ വെർട്ടിക്കൽ കമ്പോണൻറ്റ് ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് പറഞ്ഞൊരു കേസ് ഓർമ്മയുണ്ടെങ്കിൽ അങ്ങനെ വെച്ച് വേണമെങ്കിൽ പറയാം. അതല്ലെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് എങ്ങനെ പറയാം, P കോസ് ആൽഫ ഫിഗറിലൊന്ന് നോക്കിയേ, P വരുന്നുണ്ട്, കോസ് വരുന്നുണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, കോസ് എന്ന് പറയുന്നത് ഒട്ടിക്കിടക്കുന്ന സൈഡുമായിട്ട് ചേർന്ന് വരുന്നതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ P കോസ് എന്ന് പറയുമ്പോഴേ അത് ഈ സൈഡാണ്. അപ്പോൾ P കോസ് ആൽഫ എന്ന് പറയുന്നത് OA എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ആണ്. ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്ത് വേണമെങ്കിൽ നമുക്കത് ഡെറൈവ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഇത് യാതൊരു കാരണവശാലും ഈ സംഭവത്തിൻ്റെ ഡെറിവേഷൻ അങ്ങോട്ട് കിട്ടുന്നില്ലെങ്കിൽ പെട്ടെന്ന് അങ്ങ് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. ഓക്കെ, ഏറ്റവും എളുപ്പം ഇതങ്ങ് എഴുതി കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു മെത്തേഡ് പറയുന്നതെന്നുള്ളൂ. ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പോകുന്നില്ല അതുകൊണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ സ്റ്റേറ്റ്മെൻറ്റും തിയറവും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കിടപ്പുണ്ട്. അതൊക്കെ നിങ്ങളെ നോട്ടുകളും കാര്യങ്ങളും എല്ലാവരുടെയും കയ്യിൽ കാണും. അതൊക്കെ പഠിച്ച് വെച്ചേക്കാം. നിങ്ങൾക്ക് ഇൻ കേസ് പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് എന്താണ് സ്റ്റാർട്ടിങ് കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെ വരുന്ന അവസ്ഥയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അത് ഈ ഒരു മെത്തേഡ് അങ്ങ് പ്രിഫർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞ കണക്ക് P കോസ് ആൽഫ, Q കോസ് ബീറ്റ, R കോസ് ഗാമ ആരൊക്കെ ആയിട്ട് വരും നോക്കി, ഓരോ ട്രയാങ്കിളിൻ്റെയും താഴ്വശങ്ങളായിട്ട് വരും. ഒന്ന് നോക്കി, P കോസ് ആൽഫ ആര് വരും, OA വരും. Q കോസ് ബീറ്റ ആര് വരും, Q കോസ് ബീറ്റ OB വരും. അടുത്തത് R കോസ് ഗാമ OC വരും. അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ആ മുകളിലത്തെ ഇക്വേഷൻ എങ്ങനെയായി, P കോസ് ആൽഫ × OM എന്നല്ലേ. OMനെ നമ്മൾ മാറ്റിയിട്ടില്ലേ, P കോസ് ആൽഫ ആരായി, ഇപ്പോൾ OA ആയി. അതേപോലെ ക്യൂവിൻ്റെ കേസ് വരുമ്പോൾ OM × Q കോസ് ബീറ്റ അതാരായി, OB ആയി. അടുത്തത് നോക്കിയേ, R × OM × കോസ് ഗാമ ആയിരുന്നു. R കോസ് ഗാമ ഒരുമിച്ചെടുക്കാൻ പറഞ്ഞ്, അപ്പോൾ R എടുത്തു, കോസ് എടുത്തു. ഓക്കെ, അപ്പോൾ R കോസ് ഗാമ എടുക്കുമ്പോൾ OC വരും. അപ്പോൾ OM × OC. ഓക്കെ, ഇനി മുകളിലത്തെ രണ്ടും കൂടെ ആഡ് ചെയ്യും. അതായത് മൊമെൻറ്റ് ഓഫ് P പ്ലസ് മൊമെൻറ്റ് ഓഫ് Q. നിങ്ങളിവിടെ മൊമെൻറ്റ് ഓഫ് എഴുതിക്കൊണ്ടേ മറക്കല്ലേ. മൊമെൻറ്റ് ഓഫ് P പ്ലസ് Q, മൊമെൻറ്റ് ഓഫ് P പ്ലസ് Q കണ്ടുപിടിക്കാൻ പോരാ, രണ്ടും കൂടെ ആഡ് ചെയ്താൽ പോരെ. OM × OA പ്ലസ് OM × OB. OM കോമൺ എടുക്കാം. അപ്പോൾ OM × OA പ്ലസ് OB. OA പ്ലസ് OB നിങ്ങൾ കൂടുതലൊന്നും ചിന്തിക്കേണ്ട. OA പ്ലസ് OB എന്ന് പറയുന്നത് OC ആണെന്നങ്ങ് വിചാരിച്ചോ. OA പ്ലസ് OB = OC. നമുക്കത് പ്രൂവ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ ആ പ്രൂഫിലോട്ട് പോകുന്നില്ല. ഞാൻ പറഞ്ഞ കണക്ക് പെട്ടെന്ന് ഇതങ്ങ് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു ഡെറിവേഷൻ എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, എന്നിട്ട് കംപ്ലീറ്റ് ഡെറിവേഷൻ ടെക്സ്റ്റുകളിലും എല്ലാ മെക്കാനിക്സ് ക്ലാസ്സിൻ്റെ നോട്ടുകളിലും അവൈലബിൾ ആണ്.
അപ്പോൾ ഒ എം ഇൻറ്റു ഒ എ പ്ലസ് ഒ ബി, ഈ ഒ എ പ്ലസ് ഒ ബി എന്താണെന്ന് എഴുതുക, ഒ എം ഇൻറ്റു ഒ സി എന്ന് എഴുതുക. അപ്പോൾ അത് തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്, ആർ ഇസ് ഈക്വൽ ടു ഒ എം ഇൻറ്റു ഒ സി. ഇതെന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, റിസൾട്ടൻറ്റിൻ്റെ മൊമെൻ്റാണ്. ഓക്കെ, അപ്പോൾ രണ്ട് സെപ്പറേറ്റ് ഫോഴ്സുകളുടെ മൊമെൻറ്റ് എന്ന് പറയുന്നത്, രണ്ട് സെപ്പറേറ്റ് ഫോഴ്സുകളുടെ മൊമെൻറ്റിൻ്റെ സം എന്ന് പറയുന്നത് അവരുടെ രണ്ടുപേരുടെയും കൂടെ റിസൾട്ടൻറ്റിൻ്റെ മൊമെൻറ്റിൻ്റെ സമ്മിന് ഈക്വലാണ്. ഇതാണ് വാരിഗ്നൻസ് തിയറത്തിൽ സ്റ്റേറ്റ് ചെയ്തത്. ഓക്കെ, അപ്പോൾ മൊമെൻറ്റ് ഓഫ് പി പ്ലസ് ക്യൂ എന്തോന്ന് കിട്ടി, മൊമെൻറ്റ് ഓഫ് ആർ എന്ന് കിട്ടി. ഇതാണ് സംഭവം. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള വാരിഗ്നൻസ് തിയറം. ഒന്നിലധികം ഫോഴ്സ് ഉള്ളപ്പോൾ അതിൻ്റെ റിസൾട്ടൻറ്റിൻ്റെ മൊമെൻറ്റ് എന്ന് പറയുന്നത് എന്തിന് ഈക്വലായിരിക്കും, അതിലെ ഓരോ ഫോഴ്സിൻ്റെയും മൊമെൻറ്റിൻ്റെ സമ്മിന് ഈക്വലായിരിക്കും. ഈ ഒരു കൺസെപ്റ്റ് വെച്ച് ചെയ്യുന്ന പ്രോബ്ലംസ് ആണ് നമ്മളിനി ചെയ്യാൻ പോകുന്നത്. അതിലാണ് കൂടുതൽ ഇമ്പോർട്ടൻസ്. നിങ്ങൾ ഡെറിവേഷൻ ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊരു എളുപ്പവഴി പറഞ്ഞു തന്നേ ഉള്ളൂ, പെട്ടെന്ന് ഇത്രയും സ്റ്റെപ്പിൽ തീർക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ കൺസെപ്റ്റ് ഓഫ് മൊമെൻറ്റ്സ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് നമുക്ക് വരുന്ന ടൈപ്പ് ക്വസ്റ്റ്യനിൽ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഞാൻ പറഞ്ഞ കണക്ക് നമ്മൾ ഏറ്റവും ബേസ് ലെവൽ ക്വസ്റ്റ്യൻസിൽ നിന്ന് അല്ലെങ്കിൽ ഏറ്റവും സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ നിന്ന് വേണം തുടങ്ങാൻ. അപ്പോൾ അങ്ങനെ തുടക്കം നമ്മൾ കുറിക്കാൻ പോവുകയാണ്. എ ബി സി എന്ന് പറയുന്ന 3 പോയിന്റിൽ 3 ഫോഴ്സുകൾ ആക്ട് ചെയ്യുന്നുണ്ട്. 100 ന്യൂട്ടൺ, 200 ന്യൂട്ടൺ, 300 ന്യൂട്ടൺ. എ ബി ഡിസ്റ്റൻസ് 30 എന്ന് തന്നിട്ടുണ്ട്, ബി സി ഡിസ്റ്റൻസ് 40 എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും സംഭവങ്ങളാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ മൊമെൻറ്റിൻ്റെ കൺസെപ്റ്റ് അപ്ലൈ ചെയ്യുക എന്ന് ഉദ്ദേശിക്കുന്നത് വാരിഗ്നൻസ് തിയറം അപ്ലൈ ചെയ്യുക എന്ന് തന്നെയാണ്. അപ്പോൾ നമുക്ക് അത് വാരിഗ്നൻസ് തിയറം വെച്ച് എങ്ങനെ ചെയ്യാൻ നോക്കാം. വാരിഗ്നൻസ് തിയറത്തിൽ നിന്നുള്ള നമ്മുടെ ഐഡിയ എന്താണ്, ഓരോ ഫോഴ്സിൻ്റെയും മൊമെൻറ്റിൻ്റെ സമ്മ് എന്തിന് ഈക്വലായിരിക്കും, അതിൻ്റെ റിസൾട്ടൻറ്റിൻ്റെ മൊമെൻറ്റിൻ്റെ ഈക്വലായിരിക്കും. അതാണ് നമ്മുടെ ഐഡിയ. അപ്പോൾ ഈ 3 ഫോഴ്സുകൾ റീപ്ലേസ് ചെയ്ത് വരാൻ പറ്റുന്ന ഒരു ഫോഴ്സ് ഇവിടെ എവിടെയോ ആക്ട് ചെയ്യുന്നുണ്ടെന്ന് ഇരിക്കട്ടെ. ഇതിവിടെ തന്നെ ആണെന്നല്ല, ഇതിൽ എവിടെയോ ആവാം. എ ടു സി എന്ന് പറയുന്ന സെക്ഷനിൽ എവിടെ വേണമെങ്കിലും ആവാം. ഞാൻ തൽക്കാലത്തേക്ക് ഇങ്ങനെ വരച്ചെന്നേ ഉള്ളൂ. അപ്പോൾ ഇവർക്ക് 3 പേർക്കും പകരം വരുന്ന ആ റിസൾട്ടൻ്റെ ആറാണെന്നിരിക്കട്ടെ, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് നമുക്ക് അറിയത്തില്ല. അതിരിക്കുന്ന ഡിസ്റ്റൻസ് എയിൽ നിന്നും എക്സ് ഡിസ്റ്റൻസ് ആണെന്നിരിക്കട്ടെ. ഇത്രയും സാധനങ്ങളെ ഞാൻ അസ്യൂം ചെയ്തിട്ടുള്ളൂ. ഇനി നമുക്ക് ധൈര്യമായിട്ട് ക്വസ്റ്റ്യൻ ചെയ്യാം. ആദ്യം എന്ത് ചെയ്യുക, നിങ്ങൾ എല്ലാത്തിൻ്റെയും കൂടി ഇത് കണ്ടുപിടിക്കുക. റിസൾട്ടൻ്റ് കണ്ടുപിടിക്കുക ഒന്നുമില്ല, എല്ലാ ഫോഴ്സും കൂടെ കൂട്ടിയാൽ മതി. മുകളിലോട്ട് പോണവരെല്ലാം പ്ലസും താഴോട്ട് പോണവരെല്ലാം മൈനസും ആണെന്ന് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മുകളിലോട്ട് പോണവന്മാരെല്ലാം പ്ലസ് ആണ്. അപ്പോൾ 100 പ്ലസ് 200 പ്ലസ് 300, ഇവിടെ എല്ലാവരും മുകളിലോട്ടാണ്, അതുകൊണ്ട് എല്ലാവർക്കും പ്ലസ്. ഓക്കെ, അപ്പോൾ നമുക്ക് എത്ര കിട്ടി, 600 ന്യൂട്ടനാണ് റിസൾട്ടൻ്റ് എന്ന് കിട്ടി. അപ്പോൾ ആർ ഇസ് ഈക്വൽ ടു എത്ര കിട്ടി, 600. ഇപ്പോൾ ഇവർ 3 പേരെയും റീപ്ലേസ് ചെയ്ത് വരാൻ പറ്റുന്ന ഒരു റിസൾട്ടൻ്റ് ഉണ്ട്. ആ റിസൾട്ടൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് 600 ന്യൂട്ടൺ. അതിരിക്കുന്ന ഡിസ്റ്റൻസാണ് ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അത് കണ്ടുപിടിക്കണം എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളൊരു തിയറം അപ്ലൈ ചെയ്യണം. ഏത് തിയറോ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്, വാരിഗ്നൻസ് തിയറമാണ് അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ പറഞ്ഞത് എന്താണ്, റിസൾട്ടൻറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മൊമെൻറ്റ് എന്ന് പറയുമ്പോൾ റിസൾട്ടൻറ്റ് ഇൻറ്റു ആ റിസൾട്ടൻറ്റ് ഇരിക്കുന്ന ഡിസ്റ്റൻസ് അല്ലേ, റിസൾട്ടൻറ്റ് ഇൻറ്റു അതിൻ്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, ആ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് എക്സ്. അത് ഈക്വൽ ടു ഓരോരുത്തരുടെയും മൊമെൻറ്റിൻ്റെ സം. അപ്പോൾ ഞാൻ മൊമെൻറ്റ് എബൌട്ട് എ എന്നും പറഞ്ഞെടുക്കാൻ പോവാം. മൊമെൻറ്റ് എബൌട്ട് ഏതെങ്കിലും ഒരു പോയിൻറ്റിന് എബൌട്ടായിട്ട് വേണം കേട്ടോ നമ്മൾ മൊമെൻറ്റ് എടുക്കാൻ. അപ്പോൾ മൊമെൻറ്റ് എബൌട്ട് എ എന്ന് എടുക്കാൻ പോവാം. നമ്മൾ ഏത് പോയിൻറ്റിന് എബൌട്ടായിട്ടാണോ മൊമെൻറ്റ് എടുക്കുന്നത് ആ പോയിൻറ്റിൽ കൂടി പാസ് ചെയ്യുന്ന ഒരു ഫോഴ്സിനും മൊമെൻ്റ് ഇല്ല. ഓക്കെ, അപ്പോൾ അത് 0. ഇപ്പം ഞാൻ മൊമെൻറ്റ് എബൌട്ട് എ എടുക്കുന്നത് കൊണ്ട് ആർക്ക് മൊമെൻ്റ് ഇല്ല, ഈ 100 ന്യൂട്ടന് മൊമെൻ്റ് ഇല്ല. പിന്നെ ആർക്കേ ഉള്ളൂ, 200 ന്യൂട്ടൺ ഉണ്ട്. ഓക്കെ, ആൻറ്റി ക്ലോക്ക് വൈസ് ആയതുകൊണ്ട് അത് എന്തായിട്ട് എടുത്തോണം, പോസിറ്റീവായിട്ട് കേട്ടോ. അതൊന്ന് ഓർത്ത് വെച്ചേക്കണേ. ആൻറ്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ പോസിറ്റീവ്, ക്ലോക്ക് വൈസ് ആണെങ്കിൽ നെഗറ്റീവ്. ഓക്കെ, അപ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ് ആണെന്ന് ഞാൻ പറഞ്ഞു. ഇതാണ്ട് ആൻറ്റി ക്ലോക്ക് വൈസ് ആണെന്ന് എങ്ങനെ അറിയുന്നത്, ഇത് സെൻറ്റർ ആണെന്ന് വിചാരിക്കും. ഈ ആരോ കറങ്ങിയാൽ എങ്ങനെ കറങ്ങും, ഇങ്ങനെ കറങ്ങും, കണ്ടോ, ഇങ്ങനെയല്ലേ കറങ്ങി പോണേ. അത് ആൻറ്റി ക്ലോക്ക് വൈസ് അല്ലേ, പോസിറ്റീവായിട്ട് എടുത്തോണം. ഓക്കെ, പ്ലസ് ആണ്. ഇനി നമ്മൾ ആ മൊമെൻറ്റിൻ്റെ ഇക്വേഷൻ ഇടുക. മൊമെൻറ്റിന് നമ്മൾ പഠിച്ച ഇക്വേഷൻ എന്തുവാ, ഫോഴ്സിൻ്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അല്ലേ. ഫോഴ്സ് ഇവിടെ എത്ര, 200 അല്ലേ. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇവിടെ എത്ര നമുക്ക് കൊടുത്തിട്ടുണ്ട്, 30 ഈ ഡിസ്റ്റൻസ് എ ബി എന്ന് പറയുന്ന ഡിസ്റ്റൻസ് അല്ലേ ഇവിടുത്തെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, അപ്പോൾ 30. അപ്പോൾ നമുക്ക് ഇവിടെ എത്ര കിട്ടും, 6000 ന്യൂട്ടൺ സെൻറ്റിമീറ്റർ. ന്യൂട്ടൺ സെൻറ്റിമീറ്റർ അങ്ങനെ ആയി ക്വസ്റ്റ്യനിൽ, ഇത് സെൻറ്റിമീറ്ററിലാണ് തന്നേക്കുന്നത് കേട്ടോ. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്ത് വേണമെങ്കിലും ചെയ്യാം. ഓക്കെ, അപ്പോൾ 6000 ന്യൂട്ടൺ എന്ന് കിട്ടി. അടുത്ത ഇനിയും ഇല്ലേ, തീർന്നോ, 6000 തീർന്നോ, ഇല്ല, ഇനിയും ഉണ്ട്. അപ്പം അടുത്ത ഫോഴ്സ് ഏതാണ്, 300 ന്യൂട്ടൺ ആണ്. അതും ക്ലോക്ക് വൈസ് അല്ലേ ആണ്. ഇതിനെ എബൌട്ടായിട്ട് പിടിച്ചിട്ട് ഇതിനെ ഒന്ന് കറക്കിയിട്ട് നോക്കിയേ, ഇത് ഇങ്ങനെ കറങ്ങും. ഓക്കെ, അപ്പോൾ എന്താണ് 300 ന്യൂട്ടൺ എന്ന് പറയുന്നത് അവിടെ ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്, പോസിറ്റീവാണ്. ഇനി എന്ത് ചെയ്യുക, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് വേണം. ആരുമായിട്ടുള്ള ഡിസ്റ്റൻസാണ്, ഫോഴ്സും ഈ പോയിൻറ്റും തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഈ ഡിസ്റ്റൻസ് മൊത്തം വരും. ആ ഡിസ്റ്റൻസ് മൊത്തം എന്ന് പറയുമ്പോൾ എത്ര വരും, 40 + 30 70. അപ്പോൾ അതങ്ങനെ വരും. അവിടുത്തെ ന്യൂട്ടൺ 300 ആണ് ഫോഴ്സ്, ഇൻറ്റു 70 സെൻറ്റിമീറ്റർ. ഓക്കെ, നമുക്കിപ്പോൾ 21,000 ന്യൂട്ടൺ സെൻറ്റിമീറ്റർ ആണ് മൊമെൻ്റ് എന്ന് കിട്ടും. അപ്പോൾ ഇത് രണ്ടും കൂടെ ഒന്ന് കൂട്ടിയാൽ നമുക്ക് 27,000
ന്യൂട്ടൺ സെൻറ്റിമീറ്റർ ടോട്ടൽ മൊമെൻ്റ് എന്ന് കിട്ടും. കണ്ടോ, ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള ഒരാളുണ്ട്, മറക്കരുത്, R×X. ഇവിടെയും R×X. നമുക്ക് വേണ്ടത് X ആണ്. X = ഈ 27,000 ഡിവൈഡഡ് ബൈ R എന്ന് പറയുന്ന റിസൾട്ടൻ്റ് ആരാ? 600. ഓക്കെ, 600 = 0 0 ക്യാൻസൽ. ബാക്കി നമ്മൾ വെട്ടി ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 45 ആണെന്ന് തോന്നുന്നു അല്ലേ? ഇത് കാൽക്കുലേറ്റ് ചെയ്തെടുക്കുമ്പോൾ 45 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇതൊരു ബേസ് മോഡൽ ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾക്ക് അതിൻ്റെ കൺസെപ്റ്റ് മനസ്സിലാവാൻ വേണ്ടി മാത്രം. ഇതിൽ വേരിയേഷൻ വരാൻ പറ്റുന്നത് എന്തൊക്കെയാണ്? ചിലപ്പോൾ അഡീഷണലായിട്ട് 2 ഫോഴ്സ് താഴോട്ടും കൂടി കാണും. അപ്പോൾ എന്തൊക്കെ വ്യത്യാസം ക്വസ്റ്റിന് വരുമെന്നൊന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കി. റിസൾട്ടൻ്റ് എടുക്കുമ്പോൾ ആ താഴോട്ട് പോകണമാരും കൂടി കൺസിഡർ ചെയ്യണം. താഴോട്ട് പോകുന്നത് എന്തായിട്ട് എടുത്തോണം? നെഗറ്റീവായിട്ട് എടുത്തോണം. അതുപോലെ മൊമെൻറ്റ് കൺസിഡർ ചെയ്യുമ്പോൾ അവരുടെ മൊമെൻറ്റ് എന്തായിട്ട് വരും എന്നറിയാമോ? ക്ലോക്ക് വൈസ് ഡയറക്ഷനുള്ള മൊമെൻ്റ് ആയിട്ട് വരും. അപ്പോൾ അവരെ മൊമെൻറ്റ് ഇവിടെ ആഡ് ചെയ്യുമ്പോൾ എന്തായിട്ട് ആഡ് ചെയ്തോണം? നെഗറ്റീവ് ഇട്ടിട്ട് ആഡ് ചെയ്തോണം. ഓക്കെ, അതേ ഉള്ളൂ വ്യത്യാസം. ബാക്കി ചെയ്യുന്നതെല്ലാം ഒരു കണക്കാം. ഓക്കെ, അപ്പോൾ മൊമെൻ്റ് ബോൾട്ട് അല്ലെങ്കിൽ മൊമെൻറ്റിൻ്റെ ക്വസ്റ്റ്യൻ ഇത് വേറൊരു രീതിയിലും ചോദിക്കും. ഈ തന്നേക്കുന്ന സിസ്റ്റത്തിനെ റെഡ്യൂസ് ചെയ്ത് സിംഗിൾ ഫോഴ്സ് സിസ്റ്റം ആക്കിയിട്ട് എന്ന് പറയും. അതും നമ്മൾ ഇങ്ങനെ തന്നെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിനെ റെഡ്യൂസ് ചെയ്ത് ഒറ്റ ഫിഗർ ആക്കുമ്പോൾ എങ്ങനെ ഇരിക്കും? A to C, വേറെ ഒരു ഫോഴ്സിനെയും വരയ്ക്കേണ്ട. ആ R നമുക്ക് എത്ര എന്നറിയാം? 45 സെൻറ്റിമീറ്റർ എന്നറിയാം. ഓക്കെ, അപ്പോൾ ഈ ഡിസ്റ്റൻസ് എത്ര? 45 സെൻറ്റിമീറ്റർ. അപ്പോൾ 45 സെൻറ്റിമീറ്ററിൽ ഒരു 600 ന്യൂട്ടൺ ഒറ്റ ഒരെണ്ണം വരച്ചാൽ മതി. കണ്ട, സിംഗിൾ ഫോഴ്സ് സിസ്റ്റം ആയി. ആ സിസ്റ്റം ആക്ട് ചെയ്യുന്ന ഡിസ്റ്റൻസ് എത്രയാണ്? ഈ അറ്റത്തുനിന്ന് 45 സെൻറ്റിമീറ്റർ വിട്ടിട്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ആ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് കിട്ടുന്നത്. വളരെ എളുപ്പമായിട്ട് ഇത് നമുക്ക് ചെയ്തെടുക്കാം. നിങ്ങൾ എന്ത് ചെയ്യുക? ഇതിൻ്റെ ബേസ് എന്താണെന്ന് നന്നായിട്ട് മനസ്സിലാക്കി വെച്ചേക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോയിൻറ്റ്സ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക സൈഡിൽ ബോക്സിലെങ്ങാനും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ തന്നെ ഈ പ്രോബ്ലം ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് ചെയ്യാനായിട്ട് ഞാൻ 2 പ്രോബ്ലംസ് ഇടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സൊല്യൂഷൻ ഞാൻ അടുത്ത വീഡിയോയിൽ ജസ്റ്റ് ഒന്ന് കാണിക്കാം. നമ്മുടെ മെക്കാനിക്സിൻ്റെ അടുത്ത വീഡിയോ ഏതാണോ അതിൽ ഞാൻ അതിൻ്റെ സൊല്യൂഷൻ ഇടുന്നതാണ്. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം പേർക്ക് ഷെയർ ചെയ്യുക. യൂസ്ഫുൾ ആകുന്നവർക്കൊക്കെ യൂസ്ഫുൾ ആവട്ടെ. എക്സാംസൊക്കെ വരുവാണ്. ഓക്കെ, അപ്പോൾ താങ്ക് യു. അപ്പോൾ ഇത് ഏറ്റവും ബേസ് ലെവലിൻ്റെ തൊട്ട് അടുത്തുള്ള ലെവൽ ക്വസ്റ്റ്യൻ ആണ്. ഓപ്പോസിറ്റ് ഫോഴ്സസും കൂടി നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോയിൻറ്റ്സ് മറക്കണ്ട. ഒന്നാമത്തെ ക്വസ്റ്റ്യനിലൊന്ന് നോക്കിക്കോ. ABCD എന്ന് പറയുന്ന 4 പോയിൻറ്റുകളിലാണ് ആക്ട് ചെയ്യുന്നത്. മുകളിലോട്ട് 2 പേരുണ്ട്, 100ഉം 200ഉം. നമ്മൾ റിസൾട്ടൻ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം? ഇവർക്ക് 2 പേർക്കും പോസിറ്റീവും ഇവർക്ക് 2 പേർക്കും നെഗറ്റീവും കൊടുക്കണം. എന്നിട്ട് വേണം റിസൾട്ടൻ്റ് കണ്ടുപിടിക്കാൻ. അതുപോലെ മൊമെൻ്റ് എടുക്കുന്ന സമയത്ത് നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ട? മൊമെൻ്റ് ബോട്ട് A ആണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ B നോക്കിക്കേ. B എന്ന് കറക്റ്റ് കിട്ടാതെ ഇങ്ങനെ പോകുന്നത്, ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് പോകുന്നത്. എന്തായിട്ട് എടുത്തോണം? നെഗറ്റീവായിട്ട് എടുത്തോണം. ഓക്കെ, ആൻറ്റി ക്ലോക്ക് വൈസിൽ പോകണവനെയാണ് നമ്മൾ എന്തായിട്ട് എടുക്കേണ്ടത്? പോസിറ്റീവായിട്ട് എടുക്കേണ്ടത്. ഇത് കണ്ട ക്ലോക്ക് വൈസിനനുസരിച്ച് കറങ്ങി വരും. ഇതിൻ്റെ മൊമെൻ്റ് എടുക്കുമ്പോഴും ക്ലോക്ക് വൈസിൽ കറങ്ങി വരും. ഇതിൻ്റെ മൊമെൻ്റ് എടുക്കുമ്പോൾ ക്ലോക്ക് വൈസി ആൻറ്റി ക്ലോക്ക് വൈസി ഇങ്ങനെ കറങ്ങി വരുന്നത്. അതുകൊണ്ട് ഈ ഒരെണ്ണം എടുക്കുമ്പോൾ ഈ കൂട്ടത്തിൽ എന്താണ്? നെഗറ്റീവാണ്, പോസിറ്റീവാണ് മൊമെൻറ്റ്. ഇത് രണ്ടും നെഗറ്റീവാണ് മൊമെൻ്റ് എടുക്കുമ്പോൾ. എന്നിട്ട് അതെല്ലാം കൂടി എടുത്തിട്ട് ആണ് നമ്മൾ ചെയ്യുന്ന ഇക്വേറ്റ് ചെയ്യുന്ന ഏതുമായിട്ട്? ഇവിടെ എവിടെയോ ഒരു റിസൾട്ടൻ്റ് R ഉണ്ട്. ആ R ഇരിക്കുന്നത് ഇവിടെ എവിടെയോ ഒരു X ഡിസ്റ്റൻസിലാണ്. നേരത്തെ ക്വസ്റ്റ്യൻ ചെയ്ത അതേപോലെ തന്നെ ബാക്കിയും ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ 2 കാര്യങ്ങളിൽ സൈൻ കൺവെൻഷൻ മാത്രമാണ് ഇവിടെ വ്യത്യാസമായിട്ട് വരുന്നത്. അതൊന്ന് ശ്രദ്ധിച്ച് ചെയ്താൽ മതി. അതുപോലെ ഓരോ ഫോഴ്സ് എടുക്കുമ്പോഴും അവൻ്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ടു ദ പോയിൻറ്റ് നോക്കിക്കോണം. ഇവൻ്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 0.9 ആണ്. പക്ഷേ ഇവൻ്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 1.2 ഉണ്ട്, 0.9 ഉണ്ട്. ഇത്രയും ഡിസ്റ്റൻസ് മൊത്തം ഉണ്ട്. അടുത്ത് ഇവൻ്റെ എടുക്കുമ്പോൾ ഇത് മൊത്തം ഡിസ്റ്റൻസും വരും. അപ്പോൾ ഇതെല്ലാം കൂടെ ആഡ് ചെയ്തിട്ടുള്ള ഡിസ്റ്റൻസ് വേണം ഇൻറ്റു ചെയ്യാൻ. ആ ഒരു കാര്യം ശ്രദ്ധിച്ചോണം. അങ്ങനെ 2 ക്വസ്റ്റ്യൻസ് ചെയ്യുക. ഒന്നാമത്തെ ആൻസർ 3.06 മീറ്റർ വരും. രണ്ടാമത്തെ ആൻസർ 0.83 വരും. കറക്റ്റ് ഈ പോയിൻറ്റ് ന്യൂമറിക്കൽ വാല്യൂ ഒന്നും വരണ്ട. ഇതിനടുത്തൊക്കെ കിട്ടിയാലും നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും അതിന്. ഓക്കെ, അപ്പോൾ ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. താങ്ക് യു.